അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കാരമൽ കസ്റ്റാർഡ് ബ്രെഡ് പുഡിംഗ്. ഈ പുഡിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 സ്ലൈസ് ബ്രെഡാണ്. ഈ ബ്രെഡിന്റെ 4 വശങ്ങളിലുമുള്ള ഈ ബ്രൗൺ നിറത്തിലുള്ള കളർ ഉണ്ടല്ലോ, ഇതൊന്ന് നമുക്ക് മുറിച്ചു മാറ്റണം. ബ്രെഡിന്റെ ഈ അരികുകൾ മുറിച്ചു മാറ്റിയതിന് ശേഷം ഇത് കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഈ പുഡിങ്ങിലേക്കായിട്ട് പിന്നെ വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. 4 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അരക്കപ്പ് പഞ്ചസാരയും. ഈ പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഇതിങ്ങനെ പരത്തിയിട്ട് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. പഞ്ചസാര മെൽറ്റ് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കൊന്നും വേണ്ട. പഞ്ചസാര മെൽറ്റ് ആയതിനു ശേഷം ഒരു സ്പാച്ചില കൊണ്ട് ഇളക്കി കൊടുക്കുക. നന്നായി കറുത്ത് പോവണ്ട. ഒരു ബ്രൗൺ നിറത്തിലേക്കായാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയും മതി. ഇനി ഇത് പുഡിംഗ് സെറ്റാക്കി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ പാത്രത്തിന്റെ എല്ലാ വശത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ഈ പാത്രത്തിനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇതൊരു സൈഡിലേക്കായിട്ട് മാറ്റി വെക്കുക. ഈ പുഡിങ്ങിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 1/2 ലിറ്റർ പാലാണ്. 2 കപ്പ്. 4 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു ബൗളിലേക്കായിട്ട് നേരത്തെ ഇട്ട് വെച്ചിരുന്നു. അതിലേക്കായിട്ട് ഒരു 1/4 കപ്പോളം പാലൊഴിക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ബാക്കി വന്ന പാല് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒന്ന് തിളപ്പിക്കുക. ഈ പാലിലേക്കായിട്ട് നേരത്തെ നമ്മൾ എടുത്തു വെച്ചിരുന്ന 1/2 കപ്പ് പഞ്ചസാര അതിട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. പാൽ നന്നായി തിളച്ചു തുടങ്ങിയാൽ നേരത്തെ കലക്കി മാറ്റി വെച്ച കസ്റ്റാർഡ് മിക്സ് ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈവിടാതെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയും വേണം. ഈ കസ്റ്റാർഡ് മിക്സ് നന്നായി കുറുകി വരുമ്പോൾ ഇതിലേക്കായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു മാറ്റി വെച്ച ബ്രെഡ് ഇട്ട് കൊടുക്കണം. ഒന്നിച്ചല്ല, തവണകളായിട്ട്. ഓരോ തവണ ബ്രെഡ് പൊടിച്ചത് ഇട്ട് കൊടുക്കുമ്പോഴും നന്നായി ഇളക്കി കൊടുത്ത് കട്ട കെട്ടാതെ നോക്കണം. ബ്രെഡ് പൊടിച്ചത് മുഴുവനായും ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. നേരത്തെ കാരമൽ സെറ്റ് ചെയ്യാൻ എടുത്ത പാത്രം ഉണ്ടല്ലോ, അതിന്റെ മുകളിലേക്കായിട്ട് ഇപ്പൊ തയ്യാറാക്കിയ മിക്സ് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിന്റെ മുകളിലായിട്ട് ഒരു ഫോയിൽ പേപ്പർ വിരിച്ച് നന്നായി മൂടി കെട്ടുക. ഇനി ഇതൊന്ന് ആവിയിൽ വേവിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ശകലം വെള്ളം ഒഴിച്ചിട്ട് അതിൽ റിങ് ഇട്ട് കൊടുക്കുക. ആ റിങ് മൂടെ വെള്ളം ഒഴിക്കണം. അതിന് മുകളിലായിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ച പാത്രം വെച്ച് കൊടുക്കുക. മൂടി വെച്ച് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിക്കുക. 20 മിനിറ്റിന് ശേഷം ആ പാത്രത്തിൽ നിന്നും ഈ പുഡിംഗ് ബൗൾ പുറത്തേക്ക് വെച്ചിട്ട് ഇതിന്റെ മുകളിലുള്ള ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ, അത് മാറ്റി കൊടുക്കുക. അത് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. തണുപ്പിച്ചതിന് ശേഷം ഈ പാത്രത്തിൽ നിന്നും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തിയാൽ ഇത് റെഡിയായി കിട്ടും. ഈ പുഡിംഗ് സംഭവമൊക്കെ റെഡിയായി. പക്ഷേങ്കിൽ ഇത് തണുക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല കേട്ടോ. അതിന് മുമ്പേ ചൂടാറിയപ്പോഴേക്കും ഇത് കമിഴ്ത്തി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇതിന്റെ മുകളിലായിട്ട് ഒരു വിള്ളല് പ്രത്യക്ഷപ്പെട്ടത്.
സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ കസ്റ്റാർഡ് ബ്രെഡ് പുഡിംഗ് തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.